എന്റെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? ആദ്യം ഇത് കേക്ക്. പറയട്ടെ. ചോദ്യം ചോദിച്ചല്ലോ. ദുരന്തത്തിൽ മരിച്ച കുടുംബം, കൃത്യമായിട്ട് പറയാം, ദുരന്തത്തിൽ മരിച്ച കുടുംബത്തിനില്ലാത്തതായ പരാതി, അത് എവിടുന്നാ പരാതി? സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ പരാതികൾ ഉണ്ടാവണമെങ്കിൽ, ഒരു ദുരന്തത്തിൽ ആളുകൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിന് മാത്രമേ പരാതി ഉണ്ടാവാൻ പാടുള്ളൂ. എന്തുകൊണ്ടാണ് വയനാടിന്റെ എം പി വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് നമ്മുടെ ടി സിദ്ദിഖിനോട് ചോദിക്കുന്നു, അല്ലേ? എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി നമ്മുടെ വയനാട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല? കള്ളാടി ദുരന്തം കഴിഞ്ഞു, അവര് എം പി ആയിട്ട് അവരെ ജയിപ്പിച്ചു വിട്ട നാടാണ്, എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇമ്മാതിരി ഉത്തരങ്ങൾ നമുക്ക് കിട്ടുക. എന്തായാലും ഉത്തരം കേട്ടോളൂ. ഒന്നാമത്തെ ഉത്തരവാണ്, മരിച്ച കുടുംബത്തിനില്ലാത്ത പരാതി എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ഇദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരത്തിൽ ഒന്നെങ്കിൽ മരിച്ചുപോയ ആള് വന്നിട്ട് പരാതി പറയണം, അല്ലെങ്കിൽ മരിച്ചുപോയ കുടുംബങ്ങൾ മാത്രം പരാതി പറയണം. അവർ മാത്രമാണല്ലോ നമ്മുടെ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തത്, അല്ലേ? അവര് മാത്രമാണല്ലോ. ഇനി വോട്ട് ചെയ്തില്ലേ, പോട്ട്. ഇവിടെ ഒരു അപകടം നടന്നു, എന്റെ നാട്ടിലൊരു അപകടം നടന്നു, എനിക്കും എന്റെ കുടുംബത്തിനും പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട എം പി സ്ഥലത്തില്ല എന്ന് എനിക്ക് പരാതി പറഞ്ഞൂടെ? അത് മരിച്ച കുടുംബങ്ങൾക്ക് മാത്രമാണോ ആ ഒരു പരാതി മുന്നോട്ട് വെക്കാനുള്ള അധികാരം? എന്ത് വർത്തമാനമാണ് ഈ ടി സിദ്ദിഖ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതാ ഞാൻ മാധ്യമങ്ങളോട് പറയുന്നത്, പ്ലീസ് അദ്ദേഹത്തെ കയ്യിൽ കിട്ടിയാൽ ഇങ്ങനെ ചോദ്യം ചോദിക്കരുത്. വയനാടുമായി ബന്ധപ്പെട്ട് 100 വീട് കൊടുക്കാമെന്ന കാര്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. ആരോട്? ടി സിദ്ദിഖിനോട് അതൊന്നും ചോദിക്കരുത്. അദ്ദേഹത്തിന് ഉത്തരം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉത്തരം തരാൻ കഴിയില്ല. കാരണം അവർ വീട് വെച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നില്ല എന്നർത്ഥം. ഇതുവരെ അദ്ദേഹം കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ്, ഇന്ന് 16-ാം തീയതി, 6-ാം തീയതി ടി സിദ്ദിഖ് പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ഇനി ഞങ്ങളെ KPCC പ്രസിഡന്റിന്റെ ഒപ്പ് മാത്രം മതി. പിന്നെ പൊന്നു സുഹൃത്തുക്കളെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അമേരിക്കയിലത്തെ പ്രസിഡന്റിന്റെ ഒപ്പമൊന്നല്ലല്ലോ വേണ്ടത്. അതൊക്കെ ചിലപ്പോൾ ഇതിനേക്കാൾ സ്പീഡിൽ കിട്ടും. KPCC പ്രസിഡന്റിന്റെ ഒപ്പ് പോരെ? അത് ആ ഒരു ഒപ്പ് കിട്ടാത്തതുകൊണ്ടാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ വയനാടിന്റെ വീടിന്റെ പണി ആരംഭിക്കാത്തത് എന്നുള്ളതാണ് ഈ ടി സിദ്ദിഖ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്കാണ് കള്ളാടി ദുരന്തം ഉണ്ടാവുന്നത്. കള്ളാടി ദുരന്തം ഉണ്ടായിട്ട് ആ ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ അവസ്ഥ, അയ്യോ, അത് അതിനേക്കാൾ കഷ്ടമാണ്. എന്തായാലും എന്തുകൊണ്ട് എം പി ഇങ്ങോട്ട് വരുന്നില്ല? ഇതൊക്കെ വയനാട്ടുകാരെ പറഞ്ഞാൽ മതി. ഞാനതാ പറയുള്ളൂ, വയനാട്ടുകാരെ പറഞ്ഞാൽ മതി. അന്തവും കുന്തവും ബോധമില്ലാതെ ഇങ്ങനത്തെ ഒരാളുകളൊക്കെ ജയിപ്പിച്ചു വിടുന്ന ഈ ആളുകളൊക്കെ പറഞ്ഞാൽ മതി. സ്വന്തം നാട്ടിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരുത്തനെ ജയിപ്പിച്ചു വിടുക എന്നല്ലാതെ, അല്ലേ? എന്താവശ്യം ഉണ്ടെങ്കിലും മലയാളിയായിട്ടുള്ള ഒരുത്തൻ ഇവിടെ എത്തും എന്ന് ഉറപ്പുള്ള ഒരാളെ ജയിപ്പിച്ചു വിടല്ലാതെ, ഇത് ജയിച്ചു ഹായ് പറഞ്ഞൊരു ഒറ്റ പോക്ക. പിന്നെ അടുത്ത 5 വർഷം കഴിഞ്ഞാൽ കാണുക, അപ്പോഴും ജയിപ്പിച്ചിടും. തലയ്ക്കൊരു അല്പമോളമെങ്കിലും വേണ്ട ഈ നാട്ടുകാർക്ക്. അതില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്തായാലും ടി സിദ്ദിഖിനോട് എന്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, പ്ലീസ് ഡോണ്ട് ആസ്ക് ക്വസ്റ്റ്യൻസ്. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കരുത്. നിങ്ങൾക്ക് ജനാധിപത്യ വിരുദ്ധമായ ഉത്തരങ്ങളെ കേട്ടു നോക്ക്. പറയട്ടെ. ചോദ്യം ചോദിച്ചല്ലോ. ദുരന്തത്തിൽ മരിച്ച കുടുംബം, കൃത്യമായിട്ട് പറയാം, ദുരന്തത്തിൽ മരിച്ച കുടുംബത്തിനില്ലാത്തതായ പരാതി, അത് എവിടുന്നാ പരാതി? അതായത് മരിച്ച കുടുംബങ്ങൾക്ക് മാത്രമാണോ പരാതി പറയാനുള്ള അവകാശം? എന്റെ നാട്ടിൽ ഒരാൾ മരിച്ചു പോയിരിക്കും ദുരന്തത്തിന്റെ ഭാഗമായിട്ട്, നമ്മുടെ എം പി ആ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന് എനിക്കടക്കം പരാതി പറയുന്ന അധികാരമുണ്ട്. ഞാൻ വയനാട്ടുകാരനല്ല, മലപ്പുറംകാരനാണ്. മലപ്പുറംകാരനും ആ ഒരു പരാതി ഉന്നയിക്കാനുള്ള അവകാശമുണ്ട്. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ജനാധിപത്യം പൂത്തുലയുന്നു എന്ന് പറയുന്ന താങ്കളുടെ പാർട്ടിയിൽ നിന്ന് തന്നെ താങ്കൾ ഇങ്ങനെ പറഞ്ഞാലോ? എന്തായാലും മറുചോദ്യം ഉണ്ട് കേട്ടോ. ഏതാ? പ്രിയങ്ക ഗാന്ധി സമയാസമയം വരുന്നുണ്ട്, അവിടുത്തെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട്. CSR ഫണ്ട് കൊണ്ടുവരുന്നുണ്ട്, അവരുടെ MP ഫണ്ടുണ്ട്. കേരളത്തിൽ ഭരണം കിട്ടിയപ്പോ ഗോത്ര സർവകലാശാല ഉൾപ്പെടെയുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്ന് ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കാനുള്ളതായിരിക്കുന്ന ഇടപെടലുകൾ നടത്തി. ഇപ്പോ ഞങ്ങളുടെ പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് ഉൾപ്പെടെ, മെഡിക്കൽ കോളേജ് ഇഷ്യൂ ഉൾപ്പെടെ എല്ലാത്തിലും ഇടപെട്ട് അവർ മാർഗനിർദ്ദേശം നൽകുക. അല്ലേ? നിങ്ങളെന്താ മനസ്സിലാക്കുന്നേ? അവിടെ നിന്നിട്ട് എല്ലാ കാര്യം ചെയ്യുന്നുണ്ടെന്ന്. അധികാര ചക്രം തിരിഞ്ഞാൽ പോരെ? എന്തിനങ്ങോട്ട് വരുന്നത്? എല്ലാ കാര്യങ്ങളും നിരന്തരം ഇടപെടുന്നുണ്ട്. എന്തിനേറെ വയനാട് വീട്, അതിന് കല്ലിട്ട് പോയത് അവരല്ലേ? ഗംഭീര കാര്യമല്ലേ? കല്ലിട്ട് പോയില്ല, ഒരു കല്ലെങ്കിലും അവിടെ ഇട്ടില്ലേ?
അത് MP എന്ന നിലയ്ക്ക് അവർ നമ്മുടെ വയനാടിനോട് നമ്മുടെ കേരളത്തിനോട് ചെയ്തിട്ടുള്ള നന്മയല്ലേ? അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഇനിയും പറ, നന്മകൾ കുറെ ഉണ്ട്. അവിടെയുള്ളതായിരിക്കുന്ന ആളുകൾക്കോ മറ്റുള്ള ആളുകൾക്കോ അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല. ഏതാ രക്ഷാപ്രവർത്തനം നടത്തേണ്ട സിസ്റ്റം ഏകോപിപ്പിക്കേണ്ട ചുമതല അവിടെ നന്നായി നടന്നു. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അത് ചെയ്യേണ്ടത്. പക്ഷേ പറയട്ടെ ഗൂഗിൾ മീറ്റ് വഴി അവര് നിരന്തരം ഇടപെട്ടിരുന്നു. ഒന്നും ഇങ്ങോട്ട് പറന്നു വരാനുള്ള സമയമൊന്നും ഉണ്ടായില്ല. അവിടെ വൻ തിരക്കിലായിരുന്നു. ജന്തർ മന്ദറിലൊക്കെ ഏതോ സമരമൊക്കെ നടത്തുന്നുണ്ട്. അവരൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട തിരക്കിലായിരുന്നു. തേങ്ങയുടെ മൂട്. ഒരു ചോദ്യം ചോദിച്ചത്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അത് ചെയ്യുന്നത്. 2 മന്ത്രിമാരുടെ സാന്നിധ്യം അവിടെയുണ്ട്. എല്ലാ കാര്യത്തിലും സമഗ്രമായി ഇടപെട്ടു. ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരേണ്ടതായ ആൾ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ എല്ലാ മാർഗനിർദ്ദേശവും തന്നിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശവും ഇടപെടലും. നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയോ, ഈ വന്ന ബന്ധുക്കളുടെ താമസം ഉൾപ്പെടെ പ്രിയങ്ക ഗാന്ധി നേരിട്ട് അന്വേഷിച്ചു. പൊളി. അതാണ് അടിപൊളി. ഉത്തരവ് മരിച്ചുപോയ ആളുകളുടെ ബന്ധുക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ താമസ കാര്യങ്ങളടക്കം പ്രിയങ്ക ഗാന്ധി ഇടപെട്ടിട്ടുണ്ട്. നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് എന്താ അറിയാം? എന്നാ തേങ്ങ അറിയാം? ചില്ലറ ഇടപെടല. വെറുതെ നിങ്ങൾ ആ പ്രിയങ്ക ഗാന്ധിക്ക് മൈലേജ് ഉണ്ടാക്കി കൊടുക്കില്ല. ഞാൻ പറഞ്ഞുതരാം. മാധ്യമപ്രവർത്തകർക്ക് മുണ്ട കുത്തിരുന്ന മതിയായിരുന്നു. എന്തായാലും കേക്കി. ഓരോ കാര്യം വെറുതെയാണോ? 6ാമത്തെ ദിവസം വിക്രം റാണ പ്രോജക്ട് മാനേജറുടെ ബോഡി കണ്ടെത്തി കഴിഞ്ഞ് ആ ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് പത്രക്കാരോട് അവരുടെ റിലേറ്റീവ് സംസാരിക്കുമ്പോ പ്രിയങ്ക മാമിനോട് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു എന്ന് പറയാനുള്ള കാരണം എന്താ കാരണം? അത് ടി സിദ്ദിഖ് പറഞ്ഞു കൊടുത്തതിന്റെ ഭാഗമായിട്ടൊന്നല്ല കേട്ടോ. അതൊക്കെ ഉള്ളീന്ന് വന്നതാ. ഉള്ളീന്നേ. എന്ത് ചെയ്യും സുഹൃത്തുക്കളെ? ബബ്ബായ്. അനുഭവിച്ചോളി. വീണ്ടും പറയാ, അനുഭവിച്ചോളി. 2 മാസം കഴിഞ്ഞിട്ടുള്ളൂ. ഞാനിപ്പോഴേ കണ്ടില്ലേ, ഇത് 100 റുപ്യ നിങ്ങൾ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. ഇതെങ്ങനെ ഓർഡർ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരട്ടെ അടുത്ത വീഡിയോയ്ക്ക്. ബൈ.